സോഫ്റ്റ് ട്രെക്കിംഗ്. നമസ്കാരം, എൻ്റെ പേര് രോഹിണി. നിങ്ങൾക്ക് സോഫ്റ്റ് ട്രെക്കിംഗ് പരിചയപ്പെടുത്താൻ വേണ്ടി എന്നെ നിയോഗിച്ചിരിക്കുന്നു. തെന്മല ഇക്കോ ടൂറിസത്തിലുള്ള ഇക്കോ ടൂറിസം പരിപാടികളിൽ ഒന്നാണ് സോഫ്റ്റ് ട്രെക്കിംഗ്. നമ്മൾ തെന്മല പരപ്പാർ ഡാമിന് സമീപത്തുള്ള വനപ്രദേശത്ത് 4 കിലോമീറ്റർ 2 മണിക്കൂർ കൊണ്ട് നടക്കാൻ പോവുകയാണ്. ഇവിടെ പരപ്പാർ എന്ന സ്ഥലത്ത് ഡാം നിർമ്മിച്ചതിനാൽ ഡാമിന് പരപ്പാർ എന്ന് പേര് വന്നു. ശെന്തുരുണി, കുളത്തൂപ്പുഴ, കഴുതുരുട്ടി എന്നീ 3 നദികൾ ഇവിടെ ചേരുന്നു. ഇവിടം കല്ലടയാർ എന്നറിയപ്പെടുന്നു. 1961 ഡാമിന്റെ പണികൾ ആരംഭിച്ചു. 1984 പണി പൂർത്തീകരിച്ചു. ഡാമിന് 300 അടി, അതായത് 100 മീറ്റർ നീളവും 300 അടി, അതായത് 100 മീറ്റർ തന്നെ പൊക്കവുമുണ്ട്. ഈ പദ്ധതിയെ കല്ലട ജലസേചന പദ്ധതി എന്ന് അറിയപ്പെടുന്നു. ഡാമിൽ നിന്ന് 15 മെഗാവാട്ട് വൈദ്യുതിയും ഉത്പാദിപ്പിക്കുന്നു. ഡാമിന്റെ മുകളിലേക്ക് പോകുവാനുള്ള വഴിയിലൂടെയാണ് ഇപ്പോൾ നടക്കുന്നത്. അക്കരെ കാണുന്ന മലയെ ഏണിപ്പാറ മലയെന്ന് നാട്ടുകാർ വിളിക്കുന്നു. സിന്ധു നദീതട സംസ്കാരത്തോളം പഴക്കമുള്ള സംസ്കാരം ശെന്തുരുണി നദീതീരത്തുണ്ടായിരുന്നുവെന്ന് ചില പഠനങ്ങൾ തെളിയിക്കുന്നു. ഈ സംസ്കാരത്തിന്റെ ശേഷിപ്പുകൾ ഏണിപ്പാറമലയിലുള്ള ഗുഹകളിൽ ഉണ്ട്. ഏണിപ്പാറമല തെന്മല വനവിഭാഗത്തിന്റെ അധീനതയിലാണ്. നമുക്ക് വനയാത്ര ആരംഭിക്കാം. ഈ കാണുന്ന സസ്യമാണ് ചൂരൽ. മുളയുടെ വർഗത്തിൽപ്പെട്ട ഒരു ഔഷധ സസ്യമാണിത്. കേരളത്തിലെ വനപ്രദേശങ്ങളിലും കാവുകളിലും കണ്ടുവരുന്ന ചൂരൽ സാധാരണയായി കരകൗശല വസ്തുക്കൾ, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ഇന്ത്യയിൽ പശ്ചിമഘട്ടനിരകളിലും ഏഷ്യയിലെ മറ്റു പ്രദേശങ്ങളിലും ആഫ്രിക്ക, ഓസ്ട്രേലിയ എന്നീ പ്രദേശങ്ങളിലും ചൂരൽ കാണപ്പെടുന്നു. പടർന്നു കയറുന്ന ഇനമായ വള്ളിച്ചൂരൽ, കനം കൂടിയ തണ്ടോടുകൂടിയ വടിച്ചൂരൽ എന്നിങ്ങനെ പ്രധാനമായും 2 തരം ചൂരലുകളാണ് സാധാരണ കാണപ്പെടുന്നത്. മുളയുടെ തണ്ടിനോട് സാമ്യമുള്ളതും മഞ്ഞ നിറമുള്ളതും മുള്ളുകൾ കൊണ്ട് നിറഞ്ഞതുമായ തണ്ടുകളാണ് ഉള്ളത്. തണ്ടുകളുടെ മുട്ടുകളിൽ നിന്നും ഇലത്തണ്ടുകൾ ഉണ്ടാകുന്നു. ഇലകൾക്ക് തെങ്ങ്, പന തുടങ്ങിയവയുടേതുപോലെയുള്ള ഓലകൾ ഒന്നിടവിട്ട് ഉണ്ടാകുന്നു. ഈ കാടുകളിൽ ധാരാളം കാണപ്പെടുന്ന മരമാണ് നെല്ലി, വളർന്നു വലിപ്പമാർന്ന ഈട്ടിമരം. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള മരങ്ങളിലൊന്നായ ഈട്ടിയുടെ ജന്മദേശം മലേഷ്യയാണ്. കരിമ്പരപ്പൻ ശലഭലാർവകളുടെ ഭക്ഷണ സസ്യമാണ് ഇത്. കേരളത്തിൽ വിരളമായി കാണപ്പെടുന്ന ഒരു ചിത്രശലഭമാണ് അവ. യാത്രാവേളയിൽ ശ്രദ്ധയോടെ കാതോർത്താൽ കാട്ടുകോഴി, തത്ത, മൂങ്ങ, കോഴിവേഴാമ്പൽ എന്നിവയുടെ ശബ്ദം കേൾക്കാൻ കഴിയും. ധാരാളമായി കാണുന്ന മറ്റൊരു സസ്യമാണ് വയം, വയണ. വയണയപ്പം ഈ സസ്യത്തിന്റെ ഇലകൾ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. ഈ കാടുകളിൽ ധാരാളം കാട്ടുകുരുമുളകുണ്ട്. വൃക്ഷങ്ങളുടെ ഇടയിലൂടെ ചുറ്റിക്കിടക്കുന്ന വള്ളിച്ചെടി പുല്ലാഞ്ഞിവള്ളികളാണ്. ജലത്തിന്റെ സ്രോതസ്സാണ് ഇവ. വള്ളി വെട്ടി കമഴ്ത്തി പിടിച്ചാൽ ദാഹശമനത്തിനുള്ള ജലം ലഭിക്കും. ഇവിടെയുള്ള മറ്റൊരു വൃക്ഷമാണ് വെള്ളക്കുന്തിരിക്കം. ഈ മരത്തിന്റെ കറയാണ് കുന്തിരിക്കം. ഇവ കത്തിക്കുമ്പോൾ സുഗന്ധമാണ്. പല മരങ്ങളുടെയും പൊത്തുകളിൽ ചെറുതേനീച്ച പൊത്തുകളുണ്ട്. വിഗ്രഹങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തടി കുമ്പിളിൻ്റെതാണ്. ഇവിടെയുള്ള കുമ്പിൾ വൃക്ഷത്തിന് പഴമകൾ ഏറെയാണ്. വാനരന്മാർ ധാരാളമായി ഭക്ഷിക്കുന്ന വെട്ടിപ്പഴം ഈ വെട്ടിമരത്തിൽ ഉണ്ടാവുന്നു. ഔഷധ സസ്യങ്ങളാൽ സമ്പുഷ്ടമാണ് നമ്മുടെ വനങ്ങൾ. ദാ ഇവിടെ കാണുന്ന കരിഞ്ഞിൽ വള്ളി ഒരു ഔഷധ സസ്യമാണ്. ഈ അല്പത്തിൻ സസ്യം ശ്രദ്ധിക്കൂ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭമാണ് തെക്കൻ ഗരുഡശലഭം. ഗരുഡക്കൊടി, കരണ്ടവള്ളി, അല്പം എന്നിവയാണ് ആ ലാർവയുടെ ഭക്ഷണ സസ്യം. ഈ പ്രദേശത്ത് കാണപ്പെടുന്ന മറ്റൊരു വൃക്ഷമാണ് കമ്പകം. റയിൽ സ്ലീപ്പർ നിർമ്മിക്കാൻ ഇതിന്റെ തടി വ്യാപകമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഉയരം കൂടിയ ഇത്തരം വൃക്ഷങ്ങളുടെ കൊമ്പുകളിൽ മലയണ്ണാൻ കൂടുവയ്ക്കുന്നു. നമ്മളിപ്പോൾ ഇലകൊഴിയും കാടുകളിലൂടെ സഞ്ചരിക്കുകയാണ്. മയിൽപീലി തണ്ടുപോലെ മരതകപ്പച്ച നിറമുള്ള സുന്ദരമായ ഒരു ചിത്രശലഭമാണ് ചുട്ടിമയൂരി. ഇവിടെ കാണുന്ന ഈ ഊരവ് മരത്തിലാണ് ഈ ശലഭം മുട്ടയിടുന്നത്. വലിപ്പമാർന്ന ഈ വൃക്ഷമാണ് ചീനിമരം. ഇതിന്റെ തടി പക്കിംഗ് കേസുകൾ ഉണ്ടാക്കാൻ നിർമ്മിക്കുന്നു. ഇവയുടെ തടിയുടെ മൂടുഭാഗം വീതി കൂടിയവയാണ്. ഇതിനെ ബട്രസ് വേരുകൾ എന്നാണ് വിളിക്കുന്നത്. നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് നിത്യഹരിത സ്വഭാവമുള്ള ഒരു പ്രദേശത്താണ്. വലിയ വൃക്ഷങ്ങൾ, ഇടതൂർന്ന ചില്ലകൾ.
വെയിൽ ഭൂമിയിൽ എത്തുന്നത് തന്നെ കുറവാണ്. അതുകൊണ്ട് അടിക്കാടുകൾ ഒട്ടുമില്ല. മൊട്ടൽ, വീട്ടി എന്നീ മരങ്ങളാണ് ഇവിടെ വളർന്നു നിൽക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് വിശ്രമിക്കാം. മറ്റൊരു ഔഷധ സസ്യമായ തിപ്പല്ലി. ഈ പ്രദേശത്തുള്ള എല്ലാ വൃക്ഷങ്ങൾക്കും ഏകദേശം 100 വർഷം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു സസ്യം എലിച്ചൂവി അല്ലെങ്കിൽ കരുവീട്ടി. ആനകളെ മെരുക്കി നിർത്താൻ ഉപയോഗിക്കുന്ന തോട്ടിവടി ഈ സസ്യത്തിന്റെ കമ്പാണ്. വനത്തിൽ നടന്നു പോകാൻ പാകത്തിന് നടപ്പാത തെളിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. മറ്റൊരു ഔഷധ സസ്യമായ കാട്ടുകറിവേപ്പില. നമ്മളിപ്പോൾ കാടിനുള്ളിൽ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന റോഡിലെത്തി. ഡാം നിർമ്മാണ വേളയിൽ വെടിമരുന്ന് സൂക്ഷിച്ചിരുന്ന തോട്ടാപുരയ്ക്ക് അരികിലുള്ള റോഡാണ് ഇത്. വനയാത്രയിൽ നമ്മൾ തോട്ടാപുരയിലും പോകുന്നുണ്ട്. നടന്നു പോകുന്ന ഹൈവേക്ക് സമാനമായുള്ള ഈ പാത വനം വകുപ്പ് കാട്ടുതീ തടയാനായി രൂപം കൊടുക്കുന്ന ഫയർ ലൈനാണ്. പല മരങ്ങളിലും നമുക്ക് വൈൽഡ് ഓർക്കിഡുകൾ കാണാൻ സാധിക്കും. ആനപ്പിണ്ടം, തൂവൽ, പാമ്പിൻ പടം, മുള്ളൻ പന്നിയുടെ മുള്ള്, ഉറുമ്പരിച്ച ശലഭങ്ങൾ, പക്ഷിക്കൂടുകൾ തുടങ്ങിയ കാഴ്ചകൾ നടപ്പാതയിൽ ഉണ്ടാകും. പനയോല സസ്യം ആനകൾക്ക് പ്രിയ ഭോജനമാണ്. ഈ സസ്യം നോക്കൂ, തെങ്ങ് പോലെയുള്ള കായകൾ ഇവയ്ക്കുണ്ട്. ചൗവരി ഉണ്ടാക്കാൻ ഇവ ഉപയോഗിക്കുന്നു. ഈ സസ്യം ജീവിക്കുന്ന ഫോസിൽ എന്നറിയപ്പെടുന്നു. പരിണാമത്തിൽ വലിയ മാറ്റം സംഭവിക്കാത്ത സസ്യമാണ് കണമരം. ചമതവള്ളികൾ ചുറ്റപ്പെട്ട കാട്ടുപുന്ന ഫോട്ടോഗ്രാഫിക്ക് പറ്റിയതാണ്. ഈ വനങ്ങളിൽ ധാരാളം പക്ഷികളെ കാണുവാൻ സാധിക്കും. നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് മിക്കപ്പോഴും പാമ്പുകളെ കാണാറുണ്ട്. ഡാമിൻ്റെ ഉയർന്ന ജലനിരപ്പ് രേഖപ്പെടുത്തുന്ന ശില്പം. ഈ റിസർവോയർ തീരത്ത് കുറച്ചുനേരം വിശ്രമിക്കാം. ജലത്തിലിറങ്ങുന്നത് കരുതലോടെയാകണം. താഴ്ചയുള്ള പ്രദേശമാണ്. ഡാം നിർമ്മാണ വേളയിൽ നിർമ്മാണം ആരംഭിച്ച റോഡ്. നാട്ടുകാരുടെയും പരിസ്ഥിതി സ്നേഹികളുടെയും സമ്മർദ്ദം മൂലം റോഡ് പണി നിലച്ചു. ഈ പ്രദേശത്ത് വെച്ച് കാട്ടുപന്നിയെയും ഉടുമ്പിനെയും കണ്ടവരുണ്ട്. ഇത് തൊണ്ടിമരം, പൂക്കാതെ കായ്ക്കുന്ന മരം. ചമതവള്ളിയുടെ ഊഞ്ഞാൽ. ചമതവള്ളി കൊണ്ട് പരിസരവാസികൾ ഓണക്കാലത്ത് ഊഞ്ഞാലിടുന്നതായി കാണാം. നനവുള്ള ഈ പ്രദേശത്ത് പലപ്പോഴും രാജവെമ്പാലയെയും ചുരുട്ട ഇനത്തിലുള്ള പാമ്പുകളെയും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് മിസ്റ്റിക്ക ചതുപ്പ് വനത്തിലാണ്. പശ്ചിമഘട്ട മലനിരകളിൽ ചില അപൂർവ ഇടങ്ങളിൽ മാത്രം കാണപ്പെടുന്ന വനമാണ് ഇത്. മണ്ണിൽ ഓക്സിജന്റെ അളവ് കുറവായതിനാൽ വേരുകൾ മണ്ണിന്റെ മുകളിൽ കൂനൻ വെരുകുകളുടെ രൂപത്തിൽ വരുന്നു. ഇത് തോട്ടാപുര. ഇവിടെയാണ് ഡാമിനാവശ്യമായ വെടിമരുന്ന് സൂക്ഷിച്ചിരുന്നത്. നമുക്കിനി മടങ്ങാം. അദ്ഭുത കാഴ്ചകൾ നിങ്ങളെ തേടി വരും. ശ്രദ്ധയോടെ നമുക്ക് നടക്കാം. ഇവിടെ നമ്മുടെ ഇന്നത്തെ വനയാത്ര സമാപിക്കുകയാണ്. നന്ദി, നമസ്കാരം.